CMRL കമ്പനിക്ക് കരിമണൽ ഖനനാനുമതിയില്ലെന്ന് സംസ്ഥാന മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്. അനുമതിയുള്ള 3 കമ്പനികളിൽ CMRL കമ്പനി ഇല്ലെന്ന് വെളിപ്പെട്ടത് വിവരാവകാശ രേഖയിലാണ്. കരിമണലിന് റോയൽറ്റി ഇല്ലെന്നും വെളിപ്പെടുത്തൽ പറയുന്നു. അനധികൃത പാറമടകളെപ്പറ്റി അറിവില്ലെന്നും മൈനിംഗ് വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. മുഖ്യമന്ത്രിക്കും മകൾക്കും അടക്കമുള്ള പ്രമുഖർക്ക് മാസപ്പടി നൽകിയെന്ന ആരോപണം നേരിടുന്ന CMRL കമ്പനിക്ക് കരിമണൽ ഖനനാനുമതി ഇല്ലെന്ന വിവരമാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തുവരുന്നത്. നിലവിൽ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികൾക്ക് മാത്രമേ ഖനനാനുമതി നൽകിയിട്ടുള്ളൂ എന്ന് തിരുവനന്തപുരം സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ KP ചിത്രഭാനുവിന് ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കുന്നു. കരിമണലിന് റോയൽറ്റി ഇല്ലെന്നുള്ള വിശദീകരണവും രേഖയിലുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനത്തെ അനധികൃത പാറമടകളെപ്പറ്റി അറിവില്ലെന്നുള്ള വിശദീകരണവും രേഖയിലുണ്ടെന്ന് ചിത്രഭാനു ജനം ടിവിയോട് പറഞ്ഞു. കരിമണൽ ഖനനം നടത്തുന്നതിന് വേണ്ടി ഏതെല്ലാം കമ്പനികൾക്കാണ് മൈനിങ് ലീസ് നൽകിയിട്ടുള്ളത്, അവരുടെ പേരും അഡ്രസ്സും വേണം. അപ്പോൾ 3 കമ്പനികളുടെ പേരും അഡ്രസ്സും ഒരു തന്നു. അതിലും കർത്തയുടെ പേര് ഒരിടത്തും കാണാനില്ല. അപ്പോൾ ഈ കരിമണലിന് എത്രയാണ് റോയൽറ്റി നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ കരിമണലിന് റോയൽറ്റി ഇല്ല. കരിമണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ന സാധനങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് വാല്യൂവിൻ്റെ ഇത്ര ശതമാനം എടുക്കുന്നുണ്ട്. അത് പണ്ടെങ്ങാണ്ടോ നിശ്ചയിച്ചിരുന്ന ഒരു റോയൽറ്റിയാണ്, കാലോചിതമായൊന്നും പരിഷ്കരിച്ചിട്ടില്ല. മാസപ്പടി കേസ് വിവാദമായതോടെ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് CMRLന്റെ ലൈസൻസ് സർക്കാർ റദ്ദാക്കിയത് എന്നാണ് ലഭ്യമായ വിവരം. 2019 കേന്ദ്ര ചട്ടപ്രകാരം നിയമപരമായി പ്രവർത്തിക്കാതെ വന്ന CMRLന് 2023 വരെ എങ്ങനെ ഖനനാനുമതി ലഭിച്ചുവെന്നതും ദുരൂഹമാണ്. ഈ കമ്പനി മാസപ്പടി നൽകിയെന്ന കേസ് നിലവിൽ ED, SFIO തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലുമാണ്. ജനം, തിരുവനന്തപുരം.